ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നാം യേശു ഗലീലയിലേക്കുള്ള യാത്രയിൽ സിക്കാർ എന്ന സമരിയ പട്ടണത്തിലെത്തുന്ന ഒരു സംഭവം വായിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം സമയം ഉച്ചയായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച അവിടുന്ന് പട്ടണത്തിന് പുറത്തുള്ള യാക്കോബിന്റെ കിണറിനരികെയിരുന്നു. ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയി. ആ സമയത്ത് ഒരു സ്ത്രീ വെള്ളം കോരാനായി കിണറിന് സമീപത്തേക്ക് വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് പറഞ്ഞു. ആ സമരിയക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. സങ്കരവർഗമായ സമരിയക്കാരോട് യഹൂദർ അയിത്തം കൽപ്പിച്ചിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുക എന്നത് ഒരു യഹൂദന് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. എന്നാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന എല്ലാ അതിർവരുമ്പുകളെയും അതിശയിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അവിടുന്ന് സകല ജാതിയെയും സ്നേഹിക്കുന്നു. സകലരും അവിടുത്തെ മക്കളാണ്. മതമോ ജാതിയോ ഒന്നും നോക്കാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും നോക്കാതെ, കഴിവുള്ളവനെന്നും കഴിവില്ലാത്തവനെന്നും നോക്കാതെ സകലരെയും യേശു സ്നേഹിക്കുന്നു. യേശുവിൻ്റെ ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. ഇവിടെ യേശുവിൻ്റെ ഈ സ്നേഹം ആ പാവപ്പെട്ട സ്ത്രീയെ യഥാർത്ഥത്തിൽ പരിഭ്രാന്തിയാക്കി കളഞ്ഞു. തുടർന്നുള്ള സംഭാഷണത്തിലൂടെ യേശു അവളോട് നിത്യജീവനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറഞ്ഞു. അവളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കും യേശു വെളിച്ചം പകർന്നു. എല്ലാറ്റിനുമൊടുവിൽ താൻ തന്നെയാണ് അവളും ജനം മുഴുവനും കാത്തിരിക്കുന്ന രക്ഷകനെന്നും വെളിപ്പെടുത്തി കൊടുത്തു. അവിചാരിതമായുണ്ടായ ഒരു ദൈവദർശനം. അവൾ കിണറിനരികിലേക്ക് പോയത് നശ്വരമായ ജലത്തിനു വേണ്ടിയാണ്. എന്നാൽ അവൾക്ക് വേണ്ടി യേശു അവിടെ കാത്തിരിക്കുകയായിരുന്നു. അവിടുന്ന് അവൾക്ക് നൽകിയതോ അനശ്വരമായ ജീവന്റെ ജലം. വഴിതെറ്റി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ. ലോകം വില കൽപ്പിക്കാത്ത ഒരു ജാതിയിലാണ് അവൾ ജനിച്ചത്. ധ്യാനശീലവും ദൈവശാസ്ത്ര പരിജ്ഞാനവും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നതുമില്ല. എങ്കിലും സകലത്തിൻ്റെയും നാഥനായ ദൈവം അവളെ സ്നേഹിച്ചു. അവൾക്ക് വേണ്ടി കാത്തിരുന്നു. അവൾക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. സമരിയക്കാരി സ്ത്രീക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ യേശു ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാത്തിരിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ആത്മാക്കൾക്ക് വേണ്ടി, നിരാശയിലും വേദനയിലും കഴിയുന്നവർക്ക് വേണ്ടി, തകർന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശു കാത്തിരിക്കുന്നു. അവിടുത്തെ പക്കൽ നിത്യജീവനുണ്ട്, രക്ഷയുടെ സന്തോഷമുണ്ട്, സമാധാനത്തിൻ്റെ തികവുണ്ട്. നമുക്ക് അവിടുത്തെ പക്കലേക്ക് ചെല്ലാം. അവിടുത്തെ കരുണയും അനുഗ്രഹവും എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കടന്നു പോകുമ്പോഴും നമുക്കായി കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്ന പൂർണ്ണ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. വരുന്ന ദിവസം നാം വചനിപ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ തക്കവണ്ണം പൂർണ്ണമായും സമർപ്പിതയായ വിശുദ്ധ കന്യകമറിയാവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കനാനേക്കാരിയ സ്ത്രീയുടെ മകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന കാര്യം നാം വിശുദ്ധ നോമ്പിൻ്റെ 4-ാമത്തെ ഞായറാഴ്ച അനുസ്മരിക്കുകയുണ്ടായി. അവിടെ കരഞ്ഞ് തൻ്റെ മകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു മാതാവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും മാതാപിതാക്കൾ മക്കൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ വരുമ്പോഴും അത് കേവലം സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതാതെ അവർ കടന്നു പോകുന്ന ജീവിത ക്ലേശങ്ങൾ നാം മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പിന്നീട് ആ സ്ത്രീയുടെ വലിയ വിശ്വാസം കണ്ട് കർത്താവ് അവൾ ആഗ്രഹിക്കുന്ന കാര്യം അവൾക്ക് നടത്തി കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. നാം നോമ്പിൻ്റേതായിട്ടുള്ള ഈ വലിയ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി ജാഗരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, നമ്മളുടെ മക്കൾ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനും ദൈവിക സ്നേഹം തിരിച്ചറിയുവാനും തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവരോട് ദൈവിക സ്നേഹത്തെ പറഞ്ഞു കൊടുക്കുവാനും, അതോടൊപ്പം ആദ്യം നാം കണ്ടതുപോലെ കിണറിരികെ നമുക്കായി കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും
നമുക്കായി കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന പൂർണ്ണ ബോധ്യം മക്കൾക്കും വരുന്ന തലമുറയ്ക്കുമെല്ലാം പകർന്നു നൽകുവാനും നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പിൻ്റെ കാലയളവിൽ സാധ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ചു നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നിന്നെ ഞാൻ സ്തുതിച്ചിടും.